വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. നടിയെ ആക്രമിച്ച കേസിൽ നിർണായക വിധി നാളെ. 10 പ്രതികളുള്ള കേസിൽ വിധി പറയുക എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. പൾസർ സുനി ഒന്നാം പ്രതിയായ കേസിൽ നടൻ ദിലീപാണ് 8ാം പ്രതി. 261 സാക്ഷികളുള്ള കേസിന്റെ വിസ്താരം പൂർത്തിയാക്കിയത് 438 ദിവസം കൊണ്ട്. ലൈംഗിക പീഡന പരാതിയിൽ 11ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ. ഒന്നാമത്തെ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതോടെ അന്വേഷണ സംഘം ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങി. രണ്ടാമത്തെ കേസിൽ പരാതിക്കാരുടെ മൊഴിയുടൻ രേഖപ്പെടുത്തും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിൽ. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് കൊട്ടിക്കലാശം. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ഡിസംബർ 9-ന്. പരമാവധി ആവേശം നിറയ്ക്കാൻ മുന്നണികൾ. കൊല്ലത്ത് ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ കരാർ കമ്പനിക്ക് അടിയന്തര വിലക്ക്. കേന്ദ്രത്തിന്റെ വിലക്ക് 1 മാസത്തേക്ക്. കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനും നീക്കം. ദേശീയപാതയുടെ അടിസ്ഥാന നിർമ്മാണത്തിലും മണ്ണ് പരിശോധനയിലും വീഴ്ച പറ്റിയെന്ന് പ്രാഥമിക നിഗമനം. വിദഗ്ധ സമിതി റിപ്പോർട്ട് ഉടൻ സമർപ്പിച്ചേക്കും. ഗോവയിലെ നിശ ക്ലബിലുണ്ടായ അഗ്നിബാധയിൽ മരിച്ചത് 23 പേർ. നിരവധി പേർക്ക് പൊള്ളലേറ്റു. മരിച്ചവരിലേറെയും ജീവനക്കാരെന്ന് നിഗമനം. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണമെന്ന് വിലയിരുത്തൽ. കേരളം കാത്തിരിക്കുന്ന നടിയെ ആക്രമിച്ച കേസിൽ നിർണായക വിധി നാളെ. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് നാളെ കേസിൽ വിധി പറയുക. 10 പ്രതികളുള്ള കേസിൽ നടൻ ദിലീപ് 8ാം പ്രതിയാണ്. നടിയെ ഉപദ്രവിച്ച ദൃശ്യങ്ങൾ പകർത്തിയ പൾസർ സുനിയാണ് കേസിൽ 1ാം പ്രതി. 2017 ഫെബ്രുവരി 17-ന് രാത്രിയാണ് കേരളീയ പൊതുസമൂഹത്തിൽ വലിയ ഞെട്ടൽ സൃഷ്ടിച്ച സംഭവം അരങ്ങേറിയത്. ഇർഫാൻ ഇബ്രാഹിം സേട്ട് ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇർഫാൻ, നാളെയാണ് ഈ 8 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് നാളെ ഈ നടിയെ ആക്രമിച്ച കേസിൽ വിധി വരുന്നത്. 11 മണിക്ക് കോടതി നടപടികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അവണി കേരളം ഒന്നാകെ കാത്തിരിക്കുന്ന ആ ഒരു സുപ്രധാന വിധി നാളെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരള പൊതുസമൂഹത്തെ വലിയ രീതിയിൽ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു മലയാള സിനിമയിലെ പ്രമുഖമായ നടി ആക്രമിക്കപ്പെട്ട സംഭവം. ഇതിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്ന നിലയിൽ പിന്നീടാണ് ഒരു സ്ഥിരീകരണം വരുന്നത്. അതും ഈ പറയപ്പെട്ട നടിയുടെ സുഹൃത്തുക്കളായ മറ്റൊരു നടി നൽകിയ ഒരു അല്ലെങ്കിൽ അവരുടെ പ്രതികരണമാണ് ഇത്തരമൊരു ഗൂഢാലോചനയിലേക്ക് വഴിതെളിച്ചത്, അല്ലെങ്കിൽ അത്തരമൊരു അന്വേഷണത്തിലേക്ക് വഴിതെളിച്ചത്. നടൻ ദിലീപ് 8ാം പ്രതിയായ കേസിൽ രാവിലെ 11 മണിക്കാണ്, അവണി സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ 11 മണിക്കാണ് കോടതി നടപടികൾ ആരംഭിക്കുക. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ കേസ് നിലവിൽ പരിഗണിക്കുന്നത്. നടിയെ ഉപദ്രവിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ പൾസർ സുനി എന്ന കൊടും കുറ്റവാളി 1ാം പ്രതിയാണ്. 8ാം പ്രതിയാണ് ദിലീപ്. 10 പേരാണ് ഈ പ്രതിപട്ടികയിലുള്ളത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേരടക്കം 10 പേരാണ് വിചാരണ നേരിട്ടത്. ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളതാണ് 8ാം പ്രതിയായ പ്രമുഖ നടൻ ദിലീപിന് എതിരായ കേസ്. എന്നാൽ കേസിൽ തന്നെ പെടുത്തിയതാണെന്നും പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച തെളിവുകളാണ് കോടതിയിൽ എത്തിയെന്നുമുള്ളതാണ് ദിലീപിന്റെ പ്രധാനപ്പെട്ട വാദം. മാത്രമല്ല 2017 ഫെബ്രുവരി 17 രാത്രി 9 മണിയോടെയാണ് ഇത്തരത്തിൽ കൊച്ചി നഗരത്തിലൂടെ ഓടിയ കാറിൽ നടി ക്രൂരമായി പീഡനത്തിന് ഇരയായത്. നടിയുടെ അപകീർത്തിപരമായ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പൾസർ സുനിയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. അത് അന്ന് തന്നെ പെൻഡ്രൈവിൽ മാർട്ടിൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഡ്രൈവർ പകർത്തിയ ഡ്രൈവർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു നാൾവഴികൾ പരിശോധിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം 2017 ഫെബ്രുവരി 18-ന് പൾസർ സുനിയാണ് കുറ്റകൃത്യത്തിന് നേതൃത്വം നൽകിയത് എന്ന നിലയിലുള്ള കാര്യം പോലീസിന് വ്യക്തമായി. ഇതോടുകൂടി പോലീസ് ഇയാളെ പിടിക്കാനുള്ള സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വല വിരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രതികൾ സഞ്ചരിച്ച 2 വാഹനങ്ങളും പോലീസ് കണ്ടെത്തി. മാത്രമല്ല കേസ് അന്വേഷിക്കാൻ ഉത്തരമേഖല ക്രൈം ബ്രാഞ്ച് DIGയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ പോലീസ് സേന, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും നിയോഗിച്ചിരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അന്നുണ്ടായത്. പിറ്റേ ദിവസം 2017 ഫെബ്രുവരി 19-ന് ആലപ്പുഴ സ്വദേശി വടിവാൾ സലീം, കണ്ണൂർ സ്വദേശിയായിട്ടുള്ള പ്രദീപ് തുടങ്ങിയവരെ കോയമ്പത്തൂരിൽ നിന്ന് പോലീസ് പിടികൂടി. നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊച്ചിയിൽ നടന്ന ആ ഒരു ഐക്യദാർഢ്യ സമ്മേളനം പോലൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മ അന്ന് ദിവസം കൂടിയിരുന്നു.
നടിക്ക് ഈ പ്രമുഖരായ നടീനടന്മാർ ചലച്ചിത്ര താരങ്ങളെല്ലാം പങ്കെടുത്ത ആ ഒരു പരിപാടിയിൽ, ആ കൂട്ടായ്മയിൽ 8ാം പ്രതിയായിട്ടുള്ള ദിലീപും പങ്കെടുത്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു സവിശേഷമായ ഒരു കാര്യം. ഫെബ്രുവരി 20-ന് പ്രതികളുള്ള ഒരാളായ കൊച്ചി സമ്മന സ്വദേശി മണികണ്ഠനെ പാലക്കാട് നിന്നും അന്വേഷണ സംഘം പിടികൂടുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രമല്ല 23-ന് അതേ മാസം തന്നെ 23-ന് പോലീസിനെ വെട്ടിച്ച് എറണാകുളം അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി എത്തിയ പൾസർ സുനിയെയും വിജീഷിനെയും കോടതിക്ക് മുറിയിൽ നിന്ന് ബലം പ്രയോഗിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്. സാധാരണ ഇത്തരം ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാത്ത ഒരു നിലയാണ് കോടതി ഉള്ളിൽ ഇന്ന് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം. അത് അനുമതിയോടുകൂടിയാണ് എന്ന നിലയിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായി. പിന്നീട് മാർച്ച് 3-ന് ഗൂഢാലോചന പുറത്തു വന്ന് കൊണ്ടുവരാൻ അന്വേഷണ സംഘം വേണമെന്ന് പോലീസ് കോടതി ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഒരു ഗൂഢാലോചന സംബന്ധിച്ച ഒരു കേസും അന്വേഷിക്കുന്നത്. ഏപ്രിൽ 18-നാണ് സുനിൽകുമാർ എന്ന 1ാം പ്രതിയെ, അല്ലെങ്കിൽ സുനിൽകുമാർ എന്ന വ്യക്തിയെ 1ാം പ്രതിയാക്കി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. ആകെ 7 പ്രതികളാണ് ആ കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് കുറ്റപത്രം അല്ലെങ്കിൽ സമർപ്പിച്ച ശേഷം പ്രതിപട്ടിക നീളുകയായിരുന്നു. അതേ വർഷം തന്നെ ജൂൺ 25-നാണ് ദിലീപിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്ന കേസിൽ പൾസർ സഹതടവുകാരായ വിഷ്ണുവും സനൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മാത്രമല്ല ജൂൺ 28-ന് ദിലീപ് ചലച്ചിത്ര താരവും ഗായകനുമായ നാദർഷ എന്നിവരെ ആലുവ പോലീസ് ക്ലബിൽ വിളിച്ചു വരുത്തി 13 മണിക്കൂറോളമാണ് പോലീസ് അന്ന് മൊഴിയെടുപ്പ് നടത്തിയിരുന്നത്. ഇതിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലായിരുന്നു. അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ മൊഴികൾ വൈരുദ്ധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ദിലീപിനെയും പ്രതിപട്ടികയിൽ ചേർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ജൂലൈ 10-നാണ് ഏറെ കോലിളക്കം സൃഷ്ട ഈ കേസിൽ ദിലീപ് അറസ്റ്റ് രേഖപ്പെടുന്ന ഒരു സാഹചര്യം. പിറ്റേ ദിവസം അങ്കമാലി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ദിലീപിനെ ഹാജരാക്കുന്നു. അതിനുശേഷം ദിലീപ് റിമാൻഡിൽ പോകുന്നു. ആലുവ സബ് ജയിലിലാണ് ദിലീപിനെ റിമാൻഡിൽ പാർപ്പിക്കുന്നത്. പിന്നീട് കൂടുതൽ അന്വേഷണത്തിന് വിട്ടുകിട്ടണം എന്ന നിലയിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണം നടത്തുന്നു. ജൂലൈ 20-ന് തെളിവ് നശിപ്പിച്ചതിന് സുനിൽകുമാറിന്റെ ആദ്യ അഭിഭാഷകൻ പ്രതീഷ് ചാക്ക അറസ്റ്റിലാകുന്നു. ആ തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റം ചുമത്തിയാണ് അഭിഭാഷകനായ പ്രതീഷ് ചാക്കോയെ അറസ്റ്റ് ചെയ്യുന്നത്. അതേ വർഷം തന്നെ ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യ ദിനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ദിലീപിന്റെ അമ്മ ഒരു കത്ത് അയക്കുകയുണ്ടായി. ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, തന്നെ മകനെ പ്രതിയാക്കാനുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന നിലയിലുള്ള ഒരു കത്ത് ദിലീപിന്റെ അമ്മ അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേ വർഷം തന്നെ ഒക്ടോബർ 3-ന് കർശന ഉപാധികളോടെ ദിലീപിന് കോടതി ജാമ്യം അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് നവംബർ 15-നാണ് അറസ്റ്റിലായ ശേഷം ദിലീപിന് നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ വലിയൊരു നാൾവഴിയാണ് ഈ കേസിൽ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിലുള്ള കോലിളക്കം തന്നെയാണ് ഈ കേസിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പ്രതികളോട് അനുകമ്പ പ്രകടിപ്പിച്ചുകൊണ്ട് പല ആളുകളും കൂറുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നടനും MLA-യുമായ മുകേഷ് ഒഴികെ ബാക്കി പ്രധാനപ്പെട്ട സാക്ഷികളെല്ലാം കൂറുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് കേസിനെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. മാത്രമല്ല ഇത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കാൻ 8ാം പ്രതിയായ ദിലീപ് തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ്, ദിലീപിനെ പൂട്ടണം എന്ന നിലയിൽ ഒരു പേര് നൽകി വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു. അതിൽ നടി മഞ്ജു വാര്യരുടെയും അതോടൊപ്പം തന്നെ ബി സന്ധ്യയുടെയും ഉൾപ്പെടെ പ്രമോദ് രാമൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരുടെയും സ്മൃതി പെരിക്കാട് ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരുടെയും വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് ദിലീപിനെതിരെ നടന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കാൻ 8ാം പ്രതി തന്നെയാണ് നടത്തിയത് എന്ന് പിന്നീട് അന്വേഷണ സംഘം കണ്ടെത്തൊരു സാഹചര്യമുണ്ടായി. കേസ് പിന്നീട് ഹൈക്കോടതിയിലേക്കും അതിനുശേഷം സുപ്രീം കോടതിയിലേക്കും പോയി. 2021 മാർച്ച് 1-നാണ് വിചാരണ 6 മാസത്തേക്ക് നീട്ടി സുപ്രീം കോടതിയുടെ ഉത്തരവ് വരുന്നത്. സുപ്രീം കോടതിയിൽ നടത്തിയ വിടുതൽ ഹർജിയിൽ പിന്നീട് ദിലീപ് അതേ വർഷം തന്നെ ഡിസംബർ 17-ന് പിൻവലിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 2021 ഡിസംബറിലാണ് സംവിധായകനായ ബാലചന്ദ്രകുമാറിന്റെ സുപ്രധാനമായ ഒരു ഇത് വരുന്നത്. അതിൽ ദിലീപിന്റെ വീട്ടിൽ വെച്ച് സുനിയെ കണ്ടിട്ടുണ്ട് എന്ന നിലയിലുള്ള ഒരു ബാലചന്ദ്രകുമാറിന്റെ ഒരു മൊഴി ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ പിന്നീട് ആ ഒരു കേസിന്റെ ഗതി തന്നെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 2022 ജനുവരി 22 ഇർഫാൻ ഇബ്രാഹിം സേട്ടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ 8 വർഷത്തോളമായി ഈ കേസിന്റെ വിചാരണ നടക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് കേരളമെന്നും പറയാൻ കഴിയില്ല, ഒരു രാജ്യമൊട്ടാകെ കാത്തിരിക്കുകയാണ്. ഒരു ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകിയ ഒരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണിത്. നാളെ എങ്ങനെയാകും ഈ കേസിന്റെ ഒരു വിധിയൊക്കെ വരിക?
അല്ല, വിധി മുൻകൂട്ടി പറയാൻ ഞാൻ ആളല്ല. എന്നാൽ പോലും ഈ പറഞ്ഞതുപോലെ തന്നെ 8 വർഷവും 9 മാസവും 21 ദിവസവും കഴിയുമ്പോഴാണ് നാളെ വിധി വരുന്നത്. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയുമ്പോൾ ഞങ്ങൾ അഭിഭാഷകർക്കും ഇതൊരു അപൂർവമായിട്ടുള്ളൊരു അറിവുകൾ പകർന്നു തന്നിട്ടുള്ള ഒരു കേസാണ്. കാര്യം ഇത്രയും അപൂർവങ്ങളിൽ അപൂർവമായിട്ടൊരു അതിജീവിതയ്ക്ക് ഇത്തരം അവസരങ്ങൾ ലഭിക്കുന്ന കേസുകളും അപൂർവമാണ്. കാര്യം ഒരു ഡസൻ കണക്കിന് കേസുകളാണ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും വിചാരണ കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അതിജീവിത ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനുവദിച്ചു കൊടുക്കുകയും ആര് പ്രോസിക്യൂട്ടർ ആവണം, ഇന്ന ആളെ പ്രോസിക്യൂട്ടർ ആക്കണം, ഇന്ന കോടതിയിൽ വേണം എന്നെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്ന കോടതിയിൽ എനിക്ക് വിശ്വാസമില്ല, ഇന്ന എന്താണ് ഇത്രയും വക്കീലന്മാർ മാത്രമേ ഡിഫൻസിന് വേണ്ടി പാടുള്ളൂ, 20 പേരോ 5 പേരോ 6 പേരോ 2 പേരോ ഒന്നും പറഞ്ഞ ഒരാൾ മാത്രമേ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതിയിൽ അതിജീവിത പോയ കേസുമാണ്. ഞാൻ ഏതെങ്കിലും അതിജീവിതമാരെ ആക്ഷേപിക്കുന്നതല്ല, പക്ഷെ അത്തരമൊരു സാഹചര്യം പോലും നമ്മൾ ഇതിൽ കണ്ടു. അപ്പം ചില പ്രിവിലേജ്ഡ് അതിജീവിതമാരും ഈ സമൂഹത്തിലുണ്ട് എന്നുള്ള ഒരു സന്ദേശം കൂടെ നൽകുന്ന, അത്തരത്തിൽ ഞങ്ങൾക്ക് പോലും അതിശയമുണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ള ഒരു കേസ് കൂടിയാണ്. എന്തായാലും നാളെ വിധി വരട്ടെ, അതുവരെ നമ്മൾ കാത്തിരിക്കുന്നു. മാത്രവുമല്ല, ഹൈക്കോടതിയിൽ നിന്ന് ഒരു വേള സംസ്ഥാന സർക്കാരിന്റെ പ്രോസിക്യൂട്ടറോട് പറയുകയാണ്, എന്താണ്, ഇറ്റ് ഈസ് നോട്ട് ദ ഡ്യൂട്ടി ഓഫ് ദി പബ്ലിക് പ്രോസിക്യൂട്ടർ ടു കൺവിക്ട് ഈച്ച് ആൻഡ് എവറി അക്യൂസ് എന്ന് പറഞ്ഞു. അതായത് എല്ലാവരെയും കൺവിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ശിക്ഷിക്കാൻ വേണ്ടിയിട്ട്, ശിക്ഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയല്ല നിങ്ങളുടേത്. യു ജസ്റ്റ് അസിസ്റ്റ് ദി പ്രോസിക്യൂഷൻ. നിങ്ങൾ കോടതി അസിസ്റ്റ് ചെയ്യൂ ഇതിന് ഒരു പ്രതിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. ആൻഡ് ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾ അവെഞ്ചിങ് ഏഞ്ചൽ ആവണ്ട, നിങ്ങൾ ഇരയുടെ മാലാഖ ചമയണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഈ കേസ് നടത്തിയാൽ മതി, നിങ്ങൾ ഇരയുടെ മാലാഖ ചമഞ്ഞ് പ്രതിയെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ 8ാം പ്രതിയെ ശിക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പം അത്തരത്തിൽ കൂടെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസാണെന്ന് കൂടെ പൊതുസമൂഹം ഓർക്കണം. എന്ന് മാത്രമല്ല, മാധ്യമ വിചാരണ, ഇവിടെ കോടതി വിചാരണ തീരുന്നതിന് മുൻപ് മാധ്യമ വിചാരണ നടത്തി പ്രതിയെ തൂക്കിക്കൊന്ന കേസ് കൂടിയാണ് എന്തുകൂടെ ഓർക്കണം. അത് 1ാം പ്രതി അല്ല കേട്ടോ. അതായത് ഇത്തരത്തിലൊരു വളരെ ഹീനമായിട്ടുള്ള കൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ, ഹീനമായിട്ടുള്ള കൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള 1ാം പ്രതിയെയോ 2ാം പ്രതിയെയോ 3ാം പ്രതിയെയോ അല്ല, അതിലെ 8ാം പ്രതിയെ ഓൾറെഡി മാധ്യമങ്ങളും പൊതുസമൂഹവും കുരിശിലേറ്റി ശിക്ഷിച്ചിട്ടുള്ള ഒരു കേസ് കൂടിയാണെന്നുള്ള ഒരു അപൂർവത കൂടെ ഇതിനുണ്ട്. മാത്രവുമല്ല, ഈ കേസിൽ ഈ വിചാരണ 8 വർഷമായിട്ട് കേട്ടിട്ടുള്ള ഇതിലെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് അവര് ഒരു പാർട്ടി സെക്രട്ടറിയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടറിയുടെ മകളാണ്. അവരെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ തന്നെ അവരിലും അവിശ്വാസം കണ്ടെത്തി ആ കോടതി ലീവ് കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ളതാണ്, 8ാം പ്രതി കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ളതാണെന്ന് വളരെ കൃത്യമായിട്ട് വരുത്തി തീർക്കുകയും അവരെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ പോവുകയും ചെയ്തിട്ടുള്ള അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസാണ്. അവിടെ ചെന്ന സമയത്ത് ജുഡീഷ്യൽ ഓഫീസർമാരുടെ എന്താണ് ഒരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ അത് തകർക്കരുത്, അവരത് കേൾക്കുന്ന ആളുകളാണ്, ഏതെങ്കിലും തരത്തിൽ കോടതിയിലുള്ള വിശ്വാസം, ജനങ്ങൾക്കുള്ള വിശ്വാസം തകർക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് വീണ്ടും അവർക്ക് അതുമായി മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ഡയറക്ഷൻ സുപ്രീം കോടതി കൊടുത്തിട്ടുള്ളത് എന്നുകൂടെ പൊതുജനത്തിന് മുൻപിൽ ഈ സമയത്ത് വെക്കുകയാണ്. കാരണം ഇനി മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ ഈ പറയുന്ന 8ാം പ്രതിയെ എന്താണ് 8ാം പ്രതിയാണ് ഇതെല്ലാം ചെയ്തത്. ഇപ്പൊ നേരത്തെ എനിക്ക് മുമ്പിൽ സംസാരിക്കുന്ന ആൾ പറയുന്നുണ്ടായിരുന്നു കൃത്യമായിട്ട് ഏതൊക്കെയോ തെളിവുകളുടെയൊക്കെ കാര്യങ്ങൾ, കൂറുമാറ്റിയ കാര്യങ്ങൾ, ഈ പറഞ്ഞിരിക്കുന്ന എവിഡൻസ് ടാമ്പർ ചെയ്ത കാര്യങ്ങൾ, അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ എന്താന്നേ ഇതൊക്കെ കോടതിയിൽ വിചാരണ സമയത്ത് കൃത്യമായിട്ട് ഡിഫൻസിന്റെ ഭാഗത്ത് നിന്ന് ഇതൊക്കെ എന്തൊക്കെയായിരുന്നു പ്രോസിക്യൂഷൻ കൊണ്ടുവന്നതെന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ. ഫ്രാങ്കോ പിതാവിന്റെ കേസിൽ ഇതിനേക്കാൾ വലിയ ആരോപണങ്ങളായിരുന്നല്ലോ. എന്നിട്ട് എന്തായി? വ്യാജമായിട്ട് പ്രോസിക്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മെഡിക്കൽ രേഖ, ആ രേഖ ഉണ്ടാക്കുന്ന സമയത്ത് കാർബൺ കോപ്പി അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കാർബൺ കോപ്പിയുടെ അടിയിൽ വന്നിട്ടുള്ള കോപ്പി പേപ്പറിൽ വ്യാജരേഖ ഫോർജറി ചെയ്യാൻ വേണ്ടി മാറിപ്പോയി. എന്നിട്ട് ഒറിജിനൽ കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കി. പിന്നീട് കാർബൺ കോപ്പി വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് കാർബൺ കോപ്പിയിൽ ഇതില്ല, കാർബൺ വെച്ചിരുന്നു, അതിനടിയിൽ വന്നിട്ടുള്ളതിൽ ഇതില്ല, മുകളിലാണ് തിരുത്തൽ വരുത്തിയത് എന്നുള്ളത്. എന്നിട്ട് ഫ്രാങ്കോ പിതാവ് ഇപ്പൊ നല്ല സുഖമായിട്ട് പുറത്ത് നടക്കുന്നു. അതിജീവിതമാർക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുകയും ചെയ്യും. എന്നാൽ പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന വാളയാർ കേസിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ നോക്കൂ. വാളയാർ കേസിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? അപ്പൊ ഇതാണ് ഇവിടുത്തെ പ്രോസിക്യൂഷന്റെ ഒരു അവസ്ഥ. എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന പൊളിറ്റിക്കൽ നിയമനങ്ങളാണ്.
പൊളിറ്റിക്കൽ നിയമനത്തില് സർക്കാർ പറയുന്നത് പോലെ അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ ഇച്ഛ പോലെ ഇപ്പൊ കോടതിയിൽ പോകുന്ന ആളുകളാണ്. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രാക്ടീസിങ് അഭിഭാഷകർ പോലുമല്ല ഈ പറയുന്ന പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ട് വരുന്നത്. എന്നിട്ട് 14 വർഷം ആവുന്നതിന് 14 വർഷമാണ് ജീവപര്യന്തം എന്നൊക്കെ ഒരു സമൂഹത്തെ അങ്ങ് വിശ്വസിപ്പിച്ചിരിക്കുക. അതായത് നാട്ടിൽ ജീവപര്യന്തം എന്ന് പറയുന്നത് 14 വർഷമാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ പിടിച്ച ഇറങ്ങി ഇല്ല. അതുപോലെ തന്നെ പരോൾ ഒരു മാറ്റർ ഓഫ് റൈറ്റ് എന്നൊക്കെയാണ് ജനങ്ങൾ കേരള സമൂഹത്തിൽ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതായത് പിന്നെ എപ്പോ വേണമെങ്കിലും പരോളിന് ഇറങ്ങാം, കല്യാണത്തിന് പോകാം, പിന്നെ അതുപോലെ തന്നെ ഈ TP കേസിലേക്ക് പറഞ്ഞ പോലെ തന്നെ പിന്നെ ഈ പാർട്ടി നടത്താൻ വേണ്ടി പോകാം, ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോകാം എന്നുള്ളതൊക്കെ ഒരു സാഹചര്യം. ആരെയാണെന്ന് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? പിന്നെ കൊട്ടേഷൻ കൊടുത്തിട്ട് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അപൂർവങ്ങളിൽ അപൂർവമായി കൊട്ടേഷൻ കൊടുത്തിട്ടുള്ള റേപ്പ് ചെയ്യാൻ വേണ്ടി ഒരാൾക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടുള്ള ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ ആ റേപ്പ് ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളത് പുറത്തു വന്നിട്ട് ആദ്യമായിട്ട് ഇതിന്റെ ഒരു സൂചന നൽകുന്നത് മറ്റൊരാളാണെന്നേ, സിനിമാ മേഖലയിൽ തന്നെ മറ്റൊരാളാണെന്നേ. അതിനുശേഷം അനുബന്ധ കുറ്റപത്രത്തിൽ ആണെന്നേ ദിലീപിനെ പ്രതി ചേർക്കുന്നത്. അപ്പൊ ഇതെന്താ നേരത്തെ ആർക്കും പിന്നെ അറിയാനോ കാണാനോ പോലീസിനോ തിരിച്ചറിയാനോ സാധിച്ചില്ല? അപ്പൊ അത്തരം ഒരുപാട് ചോദ്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നിലുണ്ട്. പിന്നെ ഈ പറയുന്ന വിഴുപ്പലക്കലിന് വേണ്ടി മാധ്യമങ്ങളിൽ കൊണ്ടുവന്ന് പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചോർന്നു കിട്ടിയ പല കാര്യങ്ങളും ഉണ്ടെന്ന് അറിയാം. എന്നാൽ നമുക്കറിയാവുന്ന പല കാര്യങ്ങളും ഈ വിഷയത്തിൽ ഡേ 1 മുതൽ ഫെബ്രുവരി 17, 2017 മുതൽ ഇടപെട്ടിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ നമുക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോ വലിച്ചിടണ്ട എന്ന് ആലോചിച്ചുകൊണ്ട് മാത്രമാണ് ഇതിനൊക്കെ അതേ രീതിയിൽ തന്നെ മറുപടി പറയാത്തത്. ഒരുപാട് കാര്യങ്ങൾ ശ്രീ ബാലേന്ദ്രകുമാറിന്റെ കാര്യത്തിലായാലും അവസാനം അദ്ദേഹം 2 വൃക്കകളും പോയി കിടക്കുമ്പോ എന്റെ കയ്യിലുള്ള ഒരു തുകയും അദ്ദേഹത്തിന് കൈമാറുകയും, കാരണം അവരത്ര ആ രീതിയിലാണ് അവരുടെ ഭാര്യ അന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പിന്നെ അപേക്ഷിച്ചത്. അതിനുശേഷം ഈ പറയുന്ന 8ാം പ്രതിയോട് പോലും ഞാൻ ഈ കാര്യങ്ങൾ നേരിട്ട് സംസാരിച്ചിരുന്നു, സഹായിക്കണം എന്ന് പറഞ്ഞത്. അദ്ദേഹം സഹായിച്ചോ ഇല്ലയോ എന്നുള്ളതിന് ഞാൻ പിന്നീട് അത് വിളിച്ചന്വേഷിച്ചില്ല. പക്ഷെ എനിക്കറിയാവുന്ന ഒരുപാട് ആളുകൾ അന്ന് ആ സഹായങ്ങൾ കൊടുത്തിരുന്നു. കാരണം ഞങ്ങളുടെ കയ്യിൽ പിന്നെ അത്തരത്തിലുള്ള ബാലചന്ദ്രകുമാർ ആർക്ക് വേണ്ടി എടുത്ത കൊട്ടേഷൻ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഏറ്റവും ഒരു വ്യക്തതയുണ്ടെന്നേ. ഇതെല്ലാം വിചാരണയുടെ ഭാഗവുമായിട്ടുണ്ട്, ഡിഫൻസിന്റെ ഭാഗമായിട്ടുണ്ട്, ഡിഫൻസിന്റെ കോടതിയിൽ കാണിക്കേണ്ട തെളിവുകളൊക്കെ ആയിട്ടുണ്ട്. എന്റെ ഒരൊറ്റ ചോദ്യം, നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ആരോപണം, നിങ്ങൾ ഈ പറയുന്ന നമ്പർ ഓഫ് ഹർജികൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വിചാരണ കോടതിയിലും ഉൾപ്പെടെ കൊടുത്തു. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള ഹർജികൾ കൊടുത്തു. സാക്ഷികളെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യം റദ്ദാക്കാൻ വേണ്ടി കൊടുത്തു. 2 FIR കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. എന്തുകൊണ്ട് ദിലീപ് ഇപ്പോഴും പുറത്തു നിൽക്കുന്നു? നാളെ മാത്രം അദ്ദേഹത്തിന് കോടതിയിൽ പോയാൽ മതി. എന്തുകൊണ്ട് ഇതെല്ലാം തള്ളിയില്ലേ? ഹാഷ് വാല്യൂ മാറി എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ കാണിക്കേണ്ട ഈ പറയുന്ന വ്യഗ്രത, അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങളുടെ ഒരു സവിശേഷ ബുദ്ധി കാണിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇതിൽ ഏറ്റവും ക്രൂഷ്യലായ മെറ്റീരിയൽ എവിഡൻസ് ആയിട്ടുള്ള ഈ നടി ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു മെമ്മറി കാർഡ് കണ്ടെത്താനായിരുന്നു. ഇപ്പോഴും ആ ഒറിജിനൽ ഡിവൈസ് ഇല്ലല്ലോ, ഒറിജിനൽ മെമ്മറി കാർഡ് ഇല്ലല്ലോ. ബാലചന്ദ്രകുമാർ കൊണ്ടുവന്നിട്ട് പിന്നെ പൾസ സുനിയെ കണ്ടു, ദിലീപിനെ കണ്ടു എന്നൊക്കെ പറയുന്നതിന്റെ ഒറിജിനൽ ഇല്ലല്ലോ. ഇത് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മാറ്റി വേറെ കമ്പ്യൂട്ടറിലേക്ക് ആക്കി, ആ കമ്പ്യൂട്ടറിൽ നിന്ന് പെൻഡ്രൈവിലേക്ക് മാറ്റി ഇപ്പത്തേക്ക് മാറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ എവിഡൻസ് ആക്ട് പ്രകാരം ഏതെങ്കിലും ഒരു ഡിജിറ്റൽ തെളിവ് അഡ്മിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഹാഷ് വാല്യൂ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഡിജിറ്റൽ രേഖയുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കൈമാറണം. അങ്ങനെ എത്ര രേഖകൾ കൈമാറാൻ വേണ്ടിയിട്ട് പ്രോസിക്യൂഷൻ സാധിച്ചിട്ടുണ്ട്? ഇതൊക്കെ ഇതൊക്കെ കോടതിയുടെ വിധിയിൽ കാര്യകാരണ സഹിതം എന്തായാലും ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാവുമല്ലോ. അന്ന് പൊതുസമൂഹം മനസ്സിലാക്കുമല്ലോ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ എന്തായാലും ദിലീപിനെ ശിക്ഷിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇത്തരത്തിലൊരു കൃത്യം പ്ലാൻ ചെയ്തിട്ടുള്ള ആളുകൾ കൃത്യമായിട്ട് അതറിയാം. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ അത് സഹികെട്ടിട്ട് ഞാൻ പുറത്തു വിട്ടിട്ടുള്ള ഒരു കാര്യത്തിൽ അത് 2ാം പ്രതി മാർട്ടിൻ, ആ വണ്ടിയിലുണ്ടായിരുന്ന മാർട്ടിൻ ഡ്രൈവറാണ്. അദ്ദേഹമാണ് ഈ ഡബിങ് കഴിഞ്ഞിട്ട് തൃശ്ശൂരിൽ നിന്ന് ഈ പറയുന്ന ലാൽ ഏൽപ്പിച്ചിട്ടുള്ള ആ വണ്ടിയിൽ, ലാൽ കൊടുത്തുവിട്ടുള്ള വണ്ടിയിൽ തിരിച്ച് എറണാകുളത്തേക്ക് എത്തിക്കുന്നത്. അപ്പോ ആ വണ്ടിയിൽ അവനൊരു ടെമ്പോ ട്രാവലർ ഇടിച്ചിട്ടില്ല, അവനൊരു സംഭവം അവിടെ നടന്നിട്ടില്ല. ഇനി ഇപ്പൊ ദൃശ്യങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഹണീബി എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഭാഗമായിട്ട് ആ സമയത്ത് സൃഷ്ടിച്ച് കൃത്രിമമായിട്ടുണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. വളരെയധികം നന്ദി ശ്രീജിത്ത് പെരുവന. ഞാൻ സമയപരിമിതി മൂലം ഒന്ന് ഇടപെട്ടുകയാണ്. ഇപ്പോൾ
ആക്ടിവിസ്റ്റായ ധന്യരാമൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ധന്യരാമൻ, ഈ നടിയെ ആക്രമിച്ച കേസ് ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒന്നാണ്. നാളെയാണ് ഈ കേസിൽ നിർണായകമായി വിധി വരുന്നത്. ആ വിധി കാത്തിരിക്കുകയാണ് കേരളം. അതിജീവിതയ്ക്ക് ഒരു നീതി അത് ലഭ്യമാകേണ്ടതല്ലേ? തീർച്ചയായും. ഞാൻ മറ്റൊന്നും ഇപ്പം കേൾക്കുന്നില്ല. കാരണം പ്രതിഭാഗത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. അവർക്ക് എങ്ങനെ ഈ പ്രതികളെയൊക്കെ ഒരു കേസിന്ന് ശിക്ഷ കിട്ടാതെ ആക്കാം, അല്ലെങ്കിൽ ഇതൊരു ഫേക്ക് ആണെന്നൊക്കെ വരുത്തി തീർക്കാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുള്ള ഒരു കേസാണിത്. അതുപോലെ തന്നെ ഏറ്റവും 8ാം പ്രതിയെ കുറിച്ച് അറിയാലോ. അപ്പം വെറുതെ അങ്ങനെ കോടതി ഇത്രയും കാലം ഈ കേസ് ഇങ്ങനെ എന്താ പറയണ്ടേ, വിചാരണ പോലും നടക്കാതിരിക്കാനായിട്ട് ഇതിനകത്ത് കൃത്രിമത്വം കാണിക്കാനായിട്ട് ശ്രമിച്ചു, ഇടപെടാൻ ശ്രമിച്ചു. ഇതെല്ലാം നമ്മുടെ കൺമുന്നിലുണ്ട്. ഇനി അതെല്ലാം പോട്ടെ, ഇപ്പൊ ഇവര് എങ്ങനെയെങ്കിലും ഈ പ്രതികളെ രക്ഷപ്പെടുത്താനാണ് അവസാന നിമിഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കോടതി ഇതിനെ കൃത്യമായി വിലയിരുത്തി ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലടക്കം എന്ത് ശിക്ഷയാണ് വിധിക്കുന്നു എന്ന് അതിനെയാണ് കേരള സമൂഹം ഉറ്റുനോക്കുന്നത്. കേരളത്തിന് മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള മനുഷ്യരും ഏറെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്ന ഒരു കേസാണ്. കാരണം ഒരു വശത്തെന്ന് പറഞ്ഞ സിനിമാ മേഖലയിലുള്ള ആൾക്കാരാണ്. അതുമായി ബന്ധപ്പെട്ട ഗുണ്ട കൊട്ടേഷൻ സംഘങ്ങളും എല്ലാം ആയിട്ട് കുറ്റകൃത്യങ്ങൾ ചെയ്ത് ശീലമുള്ള പ്രതിവിഭാഗം. അപ്പൊ എങ്ങനെയാണ് ഈ പെൺകുട്ടിക്ക് ഇവരുടെ ഇടയിൽ നിന്ന് നീതി കിട്ടുക എന്നുള്ളത് നമ്മൾ അത്രയ്ക്കും നാളെ ഈ ശിക്ഷാവിധി കേൾക്കാനായിട്ട് ആൾക്കാരെ അതിനായിട്ടാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ ഇത്രയും സമ്പത്തുള്ള അല്ലെങ്കിൽ ഇത്രയും ഒരു കേസിനെ അട്ടിമറിക്കാൻ ശേഷിയുള്ള പ്രതികളിൽ നിന്നും ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടുന്നത്? അതിനെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. നീതി നിർവഹണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് ഫലപ്രദമാകുമോ? നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും ശോഷിപ്പ് സംഭവിച്ചിട്ടുണ്ടോ? ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നത് പോലെ അങ്ങനെ എങ്ങാനും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ എല്ലാം നമുക്ക് നോക്കാം. കാരണം നീതി വിഭാഗത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ചകൾ ഇപ്പൊ നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് ആർക്കും അങ്ങനെ പൂർണ്ണമായിട്ട് നീതി ലഭിച്ചു എന്ന് പറയുന്നില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ സുപ്രീം കോടതിയിൽ പോയിട്ട് ഒരു അതിജീവിതയോട് IT കമ്പനി വ്യവസായിയാണ് എതിർകക്ഷിയായിട്ടുള്ളത്. അപ്പൊ അവരോട് പറയണ പോയി നിങ്ങൾ മധ്യസ്ഥത വഹിച്ച് തീർക്കൂ. അങ്ങനെ മധ്യസ്ഥത വഹിച്ച് തീർക്കാനുള്ളതല്ലല്ലോ ഒരു പെൺകുട്ടിയുടെ ജീവിതവും അവര് അനുഭവിച്ചു വരുന്നതും അവരുടെ ആ ഒരു ട്രോമയിൽ നിന്ന് അവര് ഓവർകം ചെയ്യാൻ പറ്റാത്ത ആ സിറ്റുവേഷനും. നമ്മൾ ഈ കേസിലെ പൾസർ സുനിയുടെ കേസിലെ അതിജീവിതയെ കുറിച്ച് തന്നെ പലവട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്ന് അവരുടെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് അത് അവരെ മരണത്തിലേക്ക് നയിക്കാനുള്ള ഏറ്റവും വലിയൊരു ആക്രമണമായിരുന്നു അവർക്ക് ഏറ്റത്. പക്ഷെ അതിൽ നിന്ന് അവർ അതിജീവിച്ച് നിൽക്കുവാണ്. അപ്പൊ നാളെ നല്ലൊരു ശിക്ഷ ലഭിച്ച് കേരളത്തിന് മാതൃകയാവണം. ഇവിടുത്തെ നീതിപീഠം പെൺകുട്ടികളെ സംരക്ഷിക്കുമെന്നും ഇത്രയും വലിയൊരു കുറ്റകൃത്യമാണെന്ന് ഇവിടെ നടന്നിട്ടുള്ളതെന്നും പ്രതികൾക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ നൽകും എന്നുള്ള ഒരു മെസ്സേജ് ആയിരിക്കും സമൂഹത്തിന് കിട്ടേണ്ടത്. അതല്ല എങ്കിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അതല്ല എങ്കിൽ നമ്മുടെ സമൂഹം ഇനിയും ഭയപ്പെടേണ്ടിയിരിക്കുന്നു. സാമ്പത്തികത്തിന് മുമ്പിൽ നീതിപീഠം വീണുപോകുമോ എന്നൊക്കെ ഉള്ളത്, അങ്ങനെയൊക്കെയുള്ള ഭയം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കുണ്ട്. അതിനെയാണ് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പിന്നെ ഇവരൊക്കെ എന്തെല്ലാം തെളിവുകൾ ഇല്ല എന്ന് പറഞ്ഞ് ഇപ്പൊ വീഡിയോ വരെ ഫേക്കാണെന്ന് പറയാൻ തുടങ്ങി. അത് ഈ ഒരു കേസിന് വേണ്ടി കെട്ടിച്ചമച്ചതാണെന്ന് വരെ പറയാൻ തുടങ്ങി. അപ്പൊ അത്രയ്ക്കൊക്കെ ആവുമ്പം ഞാൻ ഓർക്കുകയാണ്, ഈ അതിജീവിതം എന്തെല്ലാം സഹിക്കണം. അവര് ഏറ്റതൊരു ക്രൂരമായിട്ടുള്ളൊരു പീഡനമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിനുശേഷവും നീതിക്ക് വേണ്ടിയിട്ടുള്ള ഫൈറ്റാണ്. ഇത്രയും സമയത്തെ കാത്തിരിപ്പ്, ഈ ഓരോ നാൾക്ക് നാൾ അതിന് ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, തെളിവുകൾ കൊണ്ടുവരിക, വ്യാജരേഖകൾ കെട്ടിച്ചമയ്ക്കാൻ നോക്കുക, ഇത് പിന്നെ രാഷ്ട്രീയ പിന്തുണ നേടാൻ വേണ്ടി ശ്രമിക്കുക. പ്രതിവിഭാഗം സമ്പത്ത് ഇറക്കിയിട്ട് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്തിട്ട് ബാക്കി അതിജീവിതയെ സപ്പോർട്ട് ചെയ്തവരെ എല്ലാരെയും ഔട്ടാക്കി കളഞ്ഞു, പുറത്താക്കി. അവരുടെ കരിയർ പോലും പലരുടെയും നശിപ്പിച്ച രീതിയിലാക്കി കളഞ്ഞു. ഇതൊക്കെ നമുക്ക് മുമ്പിൽ ഒരു വലിയ ലെസൺ തന്നെയാണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത്. മനുഷ്യന് എങ്ങനെയെല്ലാം ഒരു മനുഷ്യൻ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടി, അവിടെ അവർക്ക് നീതി കിട്ടുമോ? ആ നീതി കിട്ടുമോ എന്നുള്ളൊരു വലിയ, നാളെ ആയാലും നമുക്കിത് പറയാൻ പറ്റുള്ളൂ. ഇന്നത്തെ സിറ്റുവേഷനിൽ നമുക്ക് ആർക്കും എന്ത് സംഭവിക്കുന്ന പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നാളെ ജഡ്ജ്മെന്റ് നമുക്ക് നോക്കിയിരിക്കാം. അതെ, ഈ പറയുന്ന പോലെ ഈ ഒരു കേസ് എന്ന് പറയുന്നത് സമൂഹത്തിൽ പോലും വലിയൊരു ആഘാതം ഉണ്ടാക്കാൻ കെൽപ്പുള്ള ഒരു കേസാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ കേസിൽ ഈ പ്രതികൾ രക്ഷപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ പോലും രക്ഷപ്പെടാം എന്നുള്ളൊരു ധാരണ അത് പ്രതികളിൽ ഉയരാൻ സാധ്യതയുള്ളൊരു കേസാണിത്.
ഞാൻ പറഞ്ഞില്ലേ, ഒരു പെൺകുട്ടികളുടെ മാത്രമല്ല സമൂഹത്തിന് മൊത്തം ഇതൊരു അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഈ കേസ് കൃത്യമായിട്ട് ശിക്ഷ വിധിച്ചില്ലെങ്കിൽ ഇത് മാധ്യമങ്ങളാണ് ഈ പെൺകുട്ടിയെ ഇത്രയും സപ്പോർട്ട് ചെയ്തത്. പിന്നെ പൊതുസമൂഹത്തിന് നല്ലൊരു പിന്തുണ കിട്ടി. അതുകൊണ്ട് തന്നെ അവര് വീഴാതെ പിടിച്ചു നിന്നു പറയാം. പിന്തുണ ഒരു വലിയ കാര്യമാണ്. കാരണം ഞാൻ ഒരുപാട് വിക്ടിംസിനെ കണ്ടിട്ടുള്ളവരാണ്. ഇവരൊക്കെ ഇപ്പൊ ഈ അതിജീവിതയ്ക്ക് അവർക്ക് പൊതുസമൂഹത്തിന്റെയും അവർക്ക് നേരിട്ട് പോയി മുഖ്യമന്ത്രിയെ കാണാൻ സാധിക്കും, അവരുടെ കാര്യങ്ങൾ പറയാൻ സാധിക്കും, സ്റ്റേറ്റിന്റെ പിന്തുണ എല്ലാം കിട്ടും. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത എത്രയോ മനുഷ്യർ ഇവിടെ ഉണ്ടെന്നറിയാവോ? റേപ്പ് ചെയ്യപ്പെട്ടിട്ട് ഒരു മുറിക്കകത്ത് കഴിയുന്ന മനുഷ്യർ, അവരുടെ കേസുകൾ അങ്ങ് നീണ്ടു പോകുന്നത്, എന്തെല്ലാം കേസുകൾ കോടതികളിൽ അട്ടിമറിക്കപ്പെടുന്നുണ്ടെന്ന് അറിയാവോ? അതൊക്കെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. അപ്പൊ ഞങ്ങളൊക്കെ ഇത് പുറത്ത് വിളിച്ചു പറഞ്ഞാൽ നാളെ ഞങ്ങൾക്കെതിരെയും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ആർക്കും ഈ പണത്തെ അതിജീവിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഏറ്റവും വലിയ കാശുള്ള മനുഷ്യർ കുറ്റകൃത്യം ചെയ്യുമ്പോൾ ആ കുറ്റവാളികളെ സംരക്ഷിക്കാനായിട്ട് ഇവിടെ വേറെ തന്നെ ഒരു സംവിധാനം ഉയർന്നു വരികയാണ് ആ സമ്പത്തിന് വേണ്ടിയിട്ട്. അതിനെ നമ്മൾ ഭയപ്പെടണം. കാരണം അതിനകത്ത് ഉദ്യോഗസ്ഥരും ഒക്കെ വീണു പോവുകയാണെങ്കിൽ ഇവിടെ ഒരു മനുഷ്യനും നീതി കിട്ടില്ല. കുറച്ചു മുമ്പേ വരെ എൻ്റെ അടുത്ത് ഒരു കുടുംബം വന്നിട്ട് പോയതേ ഉള്ളൂ. ഇന്നലെ നെടുമങ്ങാട് SC കോടതിയിൽ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത ഒരു പ്രതിക്ക് ജാമ്യം കൊടുത്തു. എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്. അതിന് കഴിഞ്ഞ് 2 ദിവസം മുന്നേയും ഞാൻ പോയ ഒരു കേസില് റേപ്പ് ചെയ്ത കേസിൽ പ്രതിക്ക് ജാമ്യം കൊടുക്കുന്നത്. എന്താണ് ഈ കോടതികളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ ദുരൂഹതകളാണ്. ആ ദുരൂഹതയെ പിന്നെ പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കണം. ഒരു കോടതിയും നിയമ സംവിധാനങ്ങളും ട്രാൻസ്പെറന്റ് ആയിരിക്കണം. അപ്പോഴേ പൊതുസമൂഹത്തിലൂടെ ജീവിക്കാനും അതിൽ വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ ശ്രീമതി ധന്യരാമൻ പ്രതികരിച്ചതിന് ഇപ്പോൾ അഡ്വക്കേറ്റ് അൻസാർ താങ്കൾ കുഞ്ഞുകൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അൻസാർ, ഈ നാളെയാണ് നടി ആക്രമിച്ച കേസിൽ വിധി വരുന്നത്. 8 വർഷങ്ങൾക്ക് ശേഷം വരുന്ന നിർണായക വിധി കാത്തിരിക്കുകയാണ് കേരളം. എങ്ങനെയാകും ഈ കോടതി നടപടികളൊക്കെ നാളെ? ഒരു അതിജീവിതയ്ക്ക് അനുകൂലമായ വിധിയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതിജീവിതയ്ക്ക് അനുകൂലമായ വിധി എല്ലാവരും പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഈ മാധ്യമങ്ങളിലൂടെയും മറ്റ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. പ്രോസിക്യൂഷൻ സമർപ്പിച്ച അല്ലെങ്കിൽ പോലീസ് സമർപ്പിച്ച ചാർജ് ഷീറ്റ് വായിച്ചവരിൽ എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുന്ന 99% പേരും അല്ലെങ്കിൽ ഈ നാട്ടിലെ 99% പേരും വായിച്ചു കാണില്ല. അതിലെ സാക്ഷി മൊഴികൾ വായിച്ചു കാണില്ല. പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയ രേഖകൾ എന്താണെന്ന് പോലും നമ്മളാരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അതിന്റെ പശ്ചാത്തലത്തിലായിരിക്കാം നമ്മളുടെ ചിന്തകൾ യഥാർത്ഥത്തിൽ വരേണ്ടത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമ്മൾ കേൾക്കുന്ന വാർത്തകളും ചാനൽ ഡിബേറ്റുകളും ഒക്കെ കണ്ടിട്ടായിരിക്കാം ആളുകൾ ഇത് ശിക്ഷിക്കരുത് എന്നുള്ളതൊക്കെ വരുന്നത്. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കോടതി നടപടിക്രമങ്ങളാണ്. നാളെ ഈ കോടതി ശിക്ഷ വിധി പറയാൻ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കോടതി അതിൽ ശിക്ഷിച്ചെന്നോ അല്ലെങ്കിൽ വെറുതെ വിട്ടോ എന്നും പറയാം. ഈ കേസിലെ പ്രതികളിൽ ആരൊക്കെയാണ് ശിക്ഷിച്ചതെങ്കിൽ അവരുടെ പേരെടുത്ത് വെച്ച് അല്ലെങ്കിൽ ആ കേസ് നമ്പർ വെച്ച് കോടതി ഇവരെ കുറ്റക്കാരായി കണ്ടെത്തി എന്ന് പറയും. അതിനുശേഷം ഇവരുടെ ബെയിൽ ബോണ്ട് ക്യാൻസൽ ചെയ്യും കോടതി. ഇവരെല്ലാവരും ഇപ്പോൾ ജാമ്യത്തിലാണ്. ഈ ബെയിൽ ബോണ്ട് ക്യാൻസൽ ചെയ്ത ഉടൻ തന്നെ ഇവരെ ജയിലിലേക്ക് അടയ്ക്കും. അതിനുശേഷം കോടതി പറയുന്ന തീയതിയിൽ ശിക്ഷ പറയും. ആ ശിക്ഷ അവരനുഭവിക്കണം എന്നതാണ് നിയമം. ആ ശിക്ഷയ്ക്ക് മുകളിൽ അവർക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ അപ്പീലും ബോധിപ്പിക്കാം. വെറുതെ വിടുന്ന പ്രതികളെ അന്ന് മുതൽ അവർ സ്വതന്ത്രനായി ജാമ്യത്തിൽ നിന്ന് മാറി സ്വതന്ത്രനായി പുറത്തു വരാൻ കഴിയും. ഇതായിരിക്കും കോടതി നടപടിക്രമം. പക്ഷെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, അപൂർവങ്ങളിൽ അപൂർവമായി നടക്കുന്ന ചില വിചാരണ രീതിയാണ് നാം കണ്ടത് ഇവിടെ. അതിൽ പ്രധാനമായും 2018 മുതൽ 2017 സംഭവം നടക്കുന്നു. 2018 കുറ്റപത്രം ആദ്യത്തെ കുറ്റപത്രത്തിന് ശേഷം 2ാമത് കുറ്റപത്രത്തിൽ ദിലീപ് പ്രതിയാകുന്നു. ദിലീപിനെ 8ാം പ്രതി ചേർക്കുന്നു. അതിനുശേഷം വിചാരണ ആരംഭിച്ചതിന് ശേഷം വളരെ അപൂർവമായിട്ടാണ് വിചാരണ തുടങ്ങി ഇത്രയും നാൾ നീളുന്ന ഒരു കേസിൽ ഒരു ജഡ്ജി തന്നെ ഈ വിചാരണ കാലയളവ് മുഴുവനും ഈ കേസ് കേൾക്കുന്നതും വിധി പറയുന്നതും. അത് വളരെ അപൂർവമായിട്ടാണ് സംഭവിക്കുന്നത്. സാധാരണ കോടതികളിൽ 3 വർഷക്കാലമായിരിക്കും ഒരു സെഷൻ ജഡ്ജ് ഇരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ട്രാൻസ്ഫർ ചെയ്യാറാണ് പതിവ്. പക്ഷേ ഈ കേസിന്റെ പ്രത്യേക പരിഗണന കൊണ്ടാകും ഈ കേസിന്റെ വിചാരണ പൂർത്തീകരിക്കുന്നിടം വരെ ഒരു ജഡ്ജി തന്നെ ഇത് കേൾക്കട്ടെ എന്ന് ഉന്നത കോടതികൾ തീരുമാനിച്ചത് എന്നാണ് ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസിന്റെ നാൾ വഴിയിൽ അതിജീവിത ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഈ ജഡ്ജിനെ മാറ്റണമെന്ന് പറഞ്ഞ് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. കോടതി അംഗീകരിച്ചില്ല.
2 പ്രോസിക്യൂട്ടർമാരാണ് ജഡ്ജിയുമായി ബന്ധപ്പെട്ട് കലഹത്തിലായി രാജിവെച്ചത്. അപ്പൊ അങ്ങനെ നിരവധി നാൾവഴികൾ നാം മനസ്സിലാക്കുകയാണെങ്കിൽ സങ്കീർണമായ നാൾവഴികളിലൂടെ കടന്നുപോയ ഒരു കേസാണിത്. ഇടയ്ക്ക് വെച്ച് ഒരു സംവിധായകന്റെ തുറന്നു പറച്ചിലിന് വീണ്ടും വേദിയായി അന്വേഷണം പുനരാരംഭിക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും വിചാരണ പുനരാരംഭിക്കുകയും ചെയ്ത ഒരു കേസാണിത്. ഈ കേസിൽ ഏകദേശം 200 പുറത്ത് ഡോക്യുമെന്റ് ആണ് ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിസ്തരിച്ച സാക്ഷികളിൽ 28ഓളം സാക്ഷികൾ ഹോസ്റ്റൈലായി കൂറുമാറി. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം വളരെ അപൂർവമായി നാം കേൾക്കുന്ന ഒരു കാര്യമാണ്, ഈ വിചാരണയിൽ ക്രോസ് എക്സാമിനേഷന്റെ സമയം ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഏകദേശം 100 ദിവസത്തിൽ പരമാണ് പ്രതിഭാഗം അഭിഭാഷകർ ക്രോസ് ചെയ്തത്. അതിൽ 80 ദിവസത്തോളം എടുത്തത് ദിലീപിന്റെ അഭിഭാഷകനാണ്. അപ്പൊ ഇത്തരത്തിൽ സങ്കീർണമായ ഒരു കേസ് സങ്കീർണതയോടുകൂടി വളരെ സൂക്ഷ്മമായി കോടതി പരിശോധിച്ചു എന്നും പ്രതികൾ അത് സൂക്ഷ്മമായി കേസ് നടത്തിയെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു അഭിഭാഷകൻ എന്നതിൽ എനിക്ക് പറയാൻ കഴിയുന്നതും, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ എഴുതി വെച്ച ഒരു വാചകമുണ്ട്: 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടോട്ടെ, പക്ഷെ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന്. ഈ വിചാരണ അല്ലെങ്കിൽ ഫെയർ ട്രയൽ കോടതി വെച്ചിരിക്കുന്ന അതിനുവേണ്ടിയാണ്. പോലീസ് എന്തെഴുതി എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്ത് അതിനടിസ്ഥാനപ്പെടുത്തി വിധി എഴുതുന്നവരല്ല ജഡ്ജിമാർ. ഈ പോലീസ് എഴുതി വെച്ചിരിക്കുന്ന സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും ഈ പ്രതികളെ കുറ്റക്കാരനാക്കി മാറ്റുന്നു, അതിലേക്ക് നയിക്കുന്നു എന്നതിലാണ് ഈ ശിക്ഷ വരുന്നത്. ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടവർ ഈ കുറ്റം ചെയ്തു എന്ന് കോടതിക്ക് തോന്നിയാൽ ഈ രാജ്യത്ത് നിലവിലുള്ള അനുശാസിക്കുന്ന നിയമം അനുസരിച്ച്, അവരിൽ മേൽ ചാർജ് ചെയ്യപ്പെട്ട നിയമം അനുസരിച്ച് പരമാവധി ശിക്ഷ അവർക്ക് കിട്ടട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിലാരെങ്കിലും ഒരാൾ ഈ കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് തോന്നുകയാണെങ്കിൽ അത് ഈ നിയമത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അന്തസ്സത്ത് തന്നെയാണ് അത് ഉയർത്തിക്കാണുന്നത്. മനഃപൂർവ്വം ആരെങ്കിലും പ്രതികർത്തിട്ടുണ്ടെങ്കിൽ അവർ വെറുതെ വിടട്ടെ എന്ന് തന്നെയാണ് ഞാൻ ഇക്കാര്യത്തിൽ പറയുന്നത്. കുറ്റക്കാർ ശിക്ഷിക്കണം. ശരി, വളരെയധികം നന്ദി ശ്രീ അൻസാർ താങ്കൾ കുഞ്ഞി ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും നടിയെ ആക്രമിച്ച കേസിൽ നാളെയാണ് നിർണായകമായി വിധി വരുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് നാളെ 11 മണി മുതൽ ഈ വിധി പ്രസ്താവത്തിനായുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കുക. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.